പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലളിത പരേഷ്. എൻ്റെ തീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു നല്ല കഥ കേൾക്കാനോ അല്ലെങ്കിൽ വായിച്ച് പഠിക്കാനോ അതിൽ കാണുന്ന നല്ല തത്വങ്ങൾ ഉൾക്കൊള്ളാനോ നല്ല ഭാഷ പഠിക്കാനോ അല്ലെങ്കിൽ അർത്ഥങ്ങളുടെ ആ സൗന്ദര്യം മനസ്സിലാക്കാനോ ഒന്നും ഒരു മനസ്സില്ലാത്ത ഒരു പുതിയ തലമുറയാണ് നമ്മളെല്ലാം വാർത്തെടുക്കുന്നത്. കാരണം കുട്ടികൾക്ക് കഥ കേൾക്കാനോ കഥ ആസ്വദിക്കാനോ കഥയിലൂടെ ഒന്ന് സഞ്ചരിക്കാനോ കഥയിൽ ഉൾക്കൊള്ളിച്ച തത്വം ഒന്ന് മനസ്സിലാക്കാനോ ഒന്നും അവർക്ക് നേരം ഇല്ല. അവർക്ക് എന്ത് വേണമെങ്കിലും ഫോണിലൂടെ തപ്പി ഗൂഗിളിലും യൂട്യൂബിലും തപ്പി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ട് എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവരാരും ഒരു കഥ പഠിക്കാനോ കഥയിലൂടെ ഒന്ന് സഞ്ചരിക്കാനോ കഥയിലെ കഥാപാത്രങ്ങളിലേക്ക് ഒന്നെത്തി നോക്കാനോ ഒന്നും അവർക്ക് അറിഞ്ഞേകൂടാ. സത്യത്തിൽ അങ്ങനെയല്ല വേണ്ടത്. ശരിക്കും കുട്ടികൾ കഥയിലൂടെ തന്നെ പലതും മനസ്സിലാക്കണം. നമ്മളെല്ലാം ഒന്ന് മനസ്സിലാക്കണം. ഏത് ജാതിയായാലും ഏത് മതത്തിൽപ്പെട്ടതായാലും അവർക്കുള്ള പുരാണ ഗ്രന്ഥങ്ങളും ഉപനിഷത്തുകളും മതഗ്രന്ഥങ്ങളും എല്ലാം കഥകളും ഉപകഥകളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള മനോഹര ഭാവങ്ങൾ ഉള്ളത് തന്നെയാണ്. ആ കഥയിലൂടെ തന്നെയാണ് അത് വായിക്കുമ്പോൾ നമ്മൾ ആ പുണ്യഗ്രന്ഥത്തിൻ്റെ മഹത്വവും അതിലുള്ള ജനങ്ങളുടെ ജീവിത രീതിയും എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊരിക്കലും നമ്മൾ മറന്നു പോവാനേ പാടില്ല. നമ്മൾ പുണ്യഗ്രന്ഥങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ ധാരാളം കഥകളും നമ്മൾ പഠിക്കുന്നുണ്ട്, സ്വായത്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഴയ പാഠപുസ്തകങ്ങളിൽ ഈ കഥകളെല്ലാം ഉൾക്കൊള്ളിച്ചുള്ള ഒരുപാട് കാര്യങ്ങളും പഠിക്കാനുണ്ടായിരുന്നു. അത് തന്മയത്വത്തോടെ ഏത് അശ്ലീലഭാവം വന്നാലും അത് തന്മയത്വത്തോടെ ഗൗരവത്തോടെ കുട്ടികളിലേക്ക് മനസ്സിലാക്കിപ്പിക്കാനുള്ള അധ്യാപകരും നമുക്കുണ്ടായിരുന്നു. അവർക്കെല്ലാം നല്ലതുപോലെ തന്നെ കുട്ടികളുടെ കണ്ണിലേക്ക് നോക്കി അവരുടെ മുഖത്തിലേക്ക് നോക്കി ഓരോ ഭാവങ്ങളും പറഞ്ഞു കൊടുക്കാനും അവരെ സ്നേഹത്തോടെ അനുസരണയോടെ പഠിപ്പിക്കാനും അറിയുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി നമ്മൾ അങ്ങനെയൊന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ കുട്ടികൾ ധൈര്യത്തോടെ എഴുന്നേറ്റുന്നത് പറയും, മാഷേ, വഷളാകാനുള്ള ഒരു അവസരവും ഒരു ഭാഗ്യവും നമുക്ക് ഉണ്ട്. നമുക്ക് എല്ലാ തരത്തിലും ജീവിക്കാനുള്ള ഒരവകാശം ഈ ഭൂമിയിൽ നമുക്കുണ്ട് എന്നവർ ഉറക്കെ ഒരു പേടിയുമില്ലാതെ ധൈര്യത്തോടെ പറയാൻ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. വഷളാവുക എന്നത് അവരുടെ ഒരു അവകാശമാണ് എന്ന് അവർ സ്ഥാപിച്ച് എടുക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ മക്കളെല്ലാം പലതരത്തിലുള്ള സുഖഭോഗങ്ങൾ തേടി പലതരത്തിലും വഷളാവുന്നത് എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ കഥയിലൂടെയും കാര്യങ്ങളിലൂടെയും പാഠപുസ്തകത്തിലൂടെയും നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കിപ്പിക്കണം. അവരെ അതെല്ലാം പഠിപ്പിക്കാൻ വായിക്കാൻ പ്രാപ്തരാക്കണം എന്ന് തന്നെ നമ്മൾ അറിയണം. അത് അറിഞ്ഞിരിക്കണം. എങ്കിൽ അങ്ങനെ ഉള്ള ഒരു കുട്ടി ഒരിക്കലും ഒരു ഭക്ഷണതരത്തിലേക്ക് പോവുകയില്ല. അങ്ങനെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പാലിക്കേണ്ട ഒരു തത്വമാണ് സൈലാസ് മാർണർ എന്ന കഥയിൽ ഞാൻ ആദ്യം എല്ലാവരിലും എത്തിച്ചത്. അതായത് നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് ദൈവം നമുക്ക് അനുഗ്രഹിച്ച് തന്ന ഒരു വലിയ ദാനമാണ്, ഒരു വലിയ നിധിയാണ്. ആ നിധിയെ നമ്മൾ സ്നേഹിക്കണം, ആദരിക്കണം, അതിനേക്കാളുപരി നമ്മൾ പരിപാലിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ലോകത്ത് എന്തിനും പ്രാപ്തനായി നല്ല ഒരു വ്യക്തിയായി വളരുന്നത് എന്ന് നമ്മൾ ഓരോ കുട്ടിയിലും നമ്മുടെ മക്കളിലേക്ക് എത്തിക്കാൻ നല്ല നല്ല കഥകൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു തന്നെ പഠിപ്പിക്കണം. അത് നല്ലത് തന്നെയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ഭാഗം സൈലാസ് മാർണറിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അടുത്ത ഭാഗം എന്ന് പറയുന്നത് ചെറിയ ഒരു അശ്ലീലം നിറഞ്ഞ ഭാഗം തന്നെയാണ്. അത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്നെ പഠിപ്പിച്ച ഒരു നല്ല അധ്യാപകൻ്റെ കാര്യം പറയേണ്ടതുണ്ട്. കാരണം അത് അത്രയ്ക്കും നല്ല ഒരു അനുഭവമായതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതെല്ലാം നിങ്ങളെ കേൾപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ്. നല്ലൊരു അധ്യാപകൻ എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കി തരാൻ തന്നെയാണ് ഞാൻ ഈ ഭാഗം ഇത്രയും വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത്.
അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്താൽ ഞാനിരുന്ന വീഡിയോ എല്ലാം അപ്പോഴപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഉപകാരപ്രദമാകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആസ്വദിക്കും എന്നൊരു വിശ്വാസത്തോടെ തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കഥയിലേക്ക് പോകാം. 1966 കാലഘട്ടത്തിലാണ് ഞാൻ SN കോളേജിൽ പഠിക്കുന്ന ഒരു കാലഘട്ടം. SN കോളേജിന് അന്ന് വലിയ മെയിൻ ബിൽഡിംഗ് മാത്രമായിരുന്നു വലിയ കെട്ടിടം. ബാക്കിയുള്ളതെല്ലാം വലിയ ഓലഷെഡുകളായിരുന്നു. ഓലഷെഡ് എന്ന് പറഞ്ഞാൽ വൃത്തികെട്ടതൊന്നുമല്ല, നല്ല കെട്ടുറപ്പുള്ള വലിയ നീളത്തിലുള്ള ഷെഡുകളായിരുന്നു. അത് നല്ലതുപോലെ ഓലമേഞ്ഞ് ഭംഗിയായി വെച്ചിട്ടുള്ളതായിരുന്നു. അതിൽ കുറേ ക്ലാസ്സുകൾ നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ക്ലാസ്സിലാണ് ഞാൻ പഠിച്ചത്. അന്ന് അവിടെ ഒരു ഇംഗ്ലീഷ് വാദ്യാരുണ്ടായിരുന്നു, ഇംഗ്ലീഷ് അധ്യാപകൻ, ഇംഗ്ലീഷ് പ്രൊഫസർ. കാരണം ആ കോളേജിൻ്റെ എല്ലാമായ ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ, അയാൾ കൊല്ലത്തുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കരുണാകരൻ എന്നായിരുന്നു. ആ പേരിൻ്റെ, അതായത് ശരിക്കും ആ പേര് ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹം. എങ്ങനെ പറഞ്ഞാൽ, നീ തരും കരുണാകരം, ഇവിടമാണ് ദേവാശ്രയം എന്ന് അതെല്ലാം ഉൾക്കൊണ്ട ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ഈ കരുണാകരൻ എന്ന് പറയുന്ന ഈ ഇംഗ്ലീഷ് പ്രൊഫസർ. ആ കരുണാകരൻ എന്ന പേരിൽ എന്തെല്ലാം അർത്ഥമുണ്ടോ അതെല്ലാം ഉൾക്കൊണ്ട ഒരു വലിയ മനുഷ്യൻ. ആ കോളേജിലെ എല്ലാവർക്കും, കുട്ടികൾക്കും അധ്യാപകർക്കും പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ തന്നെയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാര്യം ഇവിടെ പറയാൻ എനിക്കൊരവസരം തന്ന ദൈവത്തോട് ആദ്യം ഞാനൊരു പ്രണാമം അർപ്പിക്കുകയാണ്. കാരണം കരുണാകരൻ എന്ന സാറ് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. അദ്ദേഹം ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് ആ പ്രൊഫസർക്കും എൻ്റെ ഒരു പ്രണാമം അർപ്പിക്കട്ടെ. ഇനി ഞാൻ കഥയിലൂടെ പോവുകയാണ്. സൈലാസ് മാർണർ എന്ന കഥ അദ്ദേഹം അവതരിപ്പിച്ചു. ആ കഥയിൽ ഒരു വല്ലാത്ത അശ്ലീലഭാവം ഉണ്ടായിരുന്നു. അത് വളരെ തന്മയത്വത്തോടെ, വളരെ എല്ലാവർക്കും മനസ്സിലാക്കാൻ യുക്തിയുക്തമായി തന്നെ അദ്ദേഹം അത് നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സൈലാസ് മാർണർ 17 വയസ്സുള്ള ഒരു കുട്ടിയാവുകയാണ്. ഈ 17 വയസ്സ് എന്ന് പറയുന്നത് കൗമാരപ്രായം തന്നെയാണ്. അതുപോലെ തന്നെ മറിയയും കൗമാരപ്രായത്തിലെത്തി. 15 വയസ്സുള്ള മറിയവും കൗമാരപ്രായത്തിലേക്ക് കടക്കുകയാണ്. മറിയം പ്രായം ആയ ഒരു കുട്ടിയായി മാറുകയാണ്. മറിയത്തിന് നല്ല ശരീരഭംഗിയും ശരീരവും ഒക്കെ ഉണ്ടായിരുന്നു. മറിയത്തിലേക്കും ആ ശരീരഭാവങ്ങൾ വളരുന്നത് പ്രകടമായി തന്നെ കാണാൻ പറ്റുമായിരുന്നു. സത്യം പറയട്ടെ, ആ കഥയിൽ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറിയത്തിലേക്ക് പെൺകുട്ടികളിൽ ശരീരഭാഗങ്ങൾ വളരുമ്പോൾ പ്രകടമായി കാണുന്നത് ആ കുട്ടികളുടെ മാരടത്തിൻ്റെ വളർച്ച തന്നെയാണ്. അത് കൗതുകത്തോടെ നോക്കി നിൽക്കണമെന്നും അത് കാണണമെന്നും അതിലേക്കൊന്ന് തൊടണമെന്നും അത് ആസ്വദിക്കണമെന്നും എന്നൊക്കെ കൗമാരപ്രായക്കാരായ ആൺകുട്ടികൾക്കും തോന്നും എന്ന് തന്നെ അതിൽ വളരെ ഭംഗിയായി എഴുതി വച്ചിട്ടുണ്ട്. ആ കാര്യവും നമ്മളുടെ പ്രൊഫസർ നമ്മളോട് പറഞ്ഞു. എൻ്റെ ക്ലാസ്സിൽ ഒരു 25 ആൺകുട്ടികളും 20 പെൺകുട്ടികളും ഉള്ള ഒരു മിക്സഡ് ക്ലാസ്സാണ്. നല്ല ഇംഗ്ലീഷ് ക്ലാസ്സാണ്. എല്ലാ ആഴ്ചയിലും 2 ഷോർട്ട് സ്റ്റോറീസ് പറയുന്ന ക്ലാസ്സുകളുണ്ട്. അത് ഈ സാറാണ് വന്ന് പഠിപ്പിക്കുമ്പോൾ എല്ലാ കുട്ടികളും ബദ്ധശ്രദ്ധരായി എന്തെല്ലാം അവിവേകമോ അശ്ലീലമോ പറഞ്ഞാലും തന്മയത്വത്തോടെ വളരെ കുട്ടികളെ മനസ്സിലാക്കിക്കൊണ്ട് പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു അധ്യാപകനായിരുന്നു ഈ കരുണാകരൻ സാർ. അത് ഒരു കരുണാകരം തന്നെയായിരുന്നു. അപ്പോൾ മറിയവും വളർന്നു വരികയാണ്, ശൈലാസും വളർന്നു വരികയാണ്. അവർ കളിക്കൂട്ടുകാരാണ്. ശൈലാസിൻ്റെ കുഞ്ഞനിയത്തിയായിരുന്നു മറിയം. പക്ഷേ മറിയം വളർന്നു വരുന്നത് കാണുമ്പോൾ ശൈലാസിൻ്റെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാവുകയാണ്. അവൻ മറിയത്തെ ഒളിച്ചും പാത്തും നോക്കാൻ തുടങ്ങി. മറിയം അവന് ആഹാരം കൊണ്ട് കൊടുക്കുമ്പോഴും അവനെ സ്നേഹിക്കാൻ വരുമ്പോഴും അവനോട് സംസാരിക്കാൻ വരുമ്പോഴുമെല്ലാം അവന് വല്ലാത്തൊരു ആവേശം തോന്നുമായിരുന്നു. മറിയത്തിനെ ഒന്ന് ചേർത്ത് പിടിക്കണമെന്നും കെട്ടിപ്പിടിക്കണമെന്നും അവളുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒന്ന് തൊട്ടു നോക്കണമെന്നും അവന് വല്ലാത്ത ആഗ്രഹം തോന്നുന്നുണ്ടായിരുന്നു. അവൻ അത് മറിയം അറിയാതെ നോക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ശരീരത്തിലേക്ക് തൊടാൻ അവന് പേടിയായിരുന്നു. പേടിയല്ല, അവൻ സ്വന്തം കുഞ്ഞനിയത്തെ പോലെ കണ്ട ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ എങ്ങനെയാണ് എന്ന് ഒരു നാണഭാവം അവനിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ കൗമാരപ്രായം, അതായത് ഞാൻ പറഞ്ഞിരുന്നു കുൽസിത
മാരഭാവം എന്ന്. അതായത് കാണാത്തത് കാണണമെന്നും നോക്കാത്തത് നോക്കണമെന്നും തൊടാത്തത് തൊടണമെന്നും അനുഭവിക്കാൻ പാടില്ലാത്തത് അനുഭവിക്കണമെന്നും എന്നുമുള്ള ഒരു വല്ലാത്ത വ്യാമോഹം, അത്യാഗ്രഹം, ഒരു വ്യഗ്രത അവനും വളർന്നു തുടങ്ങി. അവൻ എല്ലാ സമയങ്ങളിലും മറിയത്തെ തന്നെ ശ്രദ്ധിക്കാനും കാണാനും നോക്കാനും തുടങ്ങി. അവന് മറിയത്തിലൂടെ എന്തൊക്കെയോ നേടിയെടുക്കണം, എന്തൊക്കെയോ കാണണം, എന്തൊക്കെയോ തൊടണം, എന്തൊക്കെയോ ആസ്വദിക്കണം എന്ന് തന്നെ അവന് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ മറിയത്തിൻ്റെ അമ്മ മറിയം വളർന്നത് കുട്ടിയായതുകൊണ്ട് മറിയത്തെ ഇവൻ്റെ അടുത്തേക്ക് വലുതായിട്ടൊന്നും പോവാൻ സമ്മതിക്കുമായിരുന്നില്ല. പക്ഷേ സമയം കിട്ടുമ്പോഴെല്ലാം മറിയം അവൻ്റെ അടുത്ത് പോവുകയും സംസാരിക്കുകയും സ്നേഹം പങ്കിടുകയും ഒക്കെ ചെയ്യും. കാരണം മറിയയും കൗമാരക്കുട്ടിയാണ്. അവൾക്കും സൈലാസിൻ്റെ അടുത്ത് പോകണം, കാണണം, സൈലാസിനോട് സംസാരിക്കണം. അത് എന്തൊക്കെയോ ഒരു നല്ല നിർവൃതിയുടെ സുഖം അവൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ കാണാതെയും കണ്ടും ഒക്കെ അവൾ സൈലാസിനെ കാണാൻ പോവുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സൈലാസ് അങ്ങനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ്. പണിയെടുക്കുന്നു, അവൻ ജോലി ചെയ്യുന്നു, അവൻ എല്ലാം വിറ്റ് പൈസയും കൊണ്ട് വീട്ടിൽ അമ്മയ്ക്ക് കൊടുക്കും, എല്ലാം ചെയ്യുന്നുണ്ട്. എങ്കിലും സൈലാസ് അതിനിടയിലും ഒരു കുറച്ച് സമയം കണ്ടെത്തി സൈലാസ് ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ്. മറിയത്തിൻ്റെ വളർന്നു വരുന്ന ആ മാറിടത്തിലേക്ക് ഒന്ന് തൊട്ട് നോക്കണമെന്ന് അവൻ ശരിക്കും ദൃഢമായി തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ തീരുമാനം അവൻ്റെ മനസ്സിൽ വളർന്ന് വലുതായി ആ മോഹം വല്ലാത്ത മോഹമായി അങ്ങനെ ഒരു വലിയ മരമായി പടർന്ന് പന്തലിക്കുകയാണ്. അവൻ അറിയാതെ അവൻ്റെ മോഹങ്ങൾ അങ്ങനെ വളർന്ന് അവൻ്റെ മനസ്സിൽ വരുന്നുണ്ടായിരുന്നു. മറിയം ഇതൊന്നും അറിഞ്ഞില്ല. പക്ഷേ അവൻ ദൃഢമായ ഒരു പ്രതിജ്ഞ എടുക്കുന്നു. ഞാൻ മറിയത്തിൻ്റെ ശരീരഭാഗത്തിലേക്ക് ഒന്ന് തൊടും. അതെങ്ങനെയാണ്, ഏതാണ്, എന്താണ് എന്ന് എനിക്കറിയണം എന്ന്. അതാണ് കൗമാരപ്രായത്തിൻ്റെ അറിയാനുള്ള ഔത്സുക്യം. അപ്പോൾ ആ ഒരു വ്യഗ്രതയിൽ അവൻ്റെ പണിയിൽ ശ്രദ്ധ കുറഞ്ഞു. പക്ഷേ അവൻ അതൊന്നും വകവെച്ചില്ല. പണി എപ്പോഴെങ്കിലും തീർക്കും. എന്നിട്ട് മറിയത്തിൻ്റെ ആ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടാൻ എന്താണോ ചെയ്യേണ്ടത് എന്ന് അവൻ ആലോചിച്ച് കൂട്ടുമായിരുന്നു. അങ്ങനെ അവൻ്റെ മനസ്സിൽ ഒരു പദ്ധതി അവൻ ആസൂത്രണം ചെയ്തു. ആ പദ്ധതി എന്താണെന്നും എങ്ങനെയാണ് അവൻ സാധിച്ചതെന്നും ഞാൻ നിങ്ങളോട് പറയാം. അടുത്ത വീഡിയോയിലൂടെ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.